Hello dear all. So today we are going to learn about a new topic which is the push down automata. So we have already seen many different types of automatas like the finite automata. So today we are going to see what a push down automata is. Okay. You can see a diagram there. We are having an input tape and then we have a finite control which consists of so many set of states starting from Q0 to Qn minus 1. Right. Along with that we have a stack. Okay. അപ്പോൾ ഇതെന്താണ് നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുഷ് ഡൗൺ ഓട്ടോമേറ്റ is nothing but an extension of NFA with epsilon transition plus a stack. അതിനെയാണ് നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത്. ഓക്കെ. സോ നമുക്ക് വി ഹാവ് ഓൾറെഡി സീൻ വാട്ട് ആൻ NFA is അല്ലേ. NFA DFA ഫൈനൈറ്റ് ഓട്ടോമേറ്റ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, അത് ഈ ഒരു പോർഷൻ മാത്രമേ ഇൻക്ലൂഡഡ് ആവുന്നുള്ളൂ അല്ലേ. വി ഹാവ് എൻ ഇൻപുട്ട് ടേപ്പ്, വി ഹാവ് സോ മെനി സെറ്റ് ഓഫ് സ്റ്റേറ്റ്സ് Q0 Q1 Q2 which is called the finite control, and on reading an input symbol from the input tape we either go to an accept state or a reject state അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് NFA DFA എല്ലാം. ഇതിനോടൊപ്പം ഒരു സ്റ്റാക്കും കൂടിയും എംബഡ് ചെയ്യുകയാണെങ്കിൽ we get what is called the push down automata. So push down automata is basically it recognizes only the context free grammar. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ നമ്മൾ പഠിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ വർക്കാവുന്ന അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോമേറ്റേനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അല്ലേ. സോ ആസ് ഐ ടോൾഡ് യു, ദിസ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എൻ എക്സ്റ്റൻഷൻ ഓഫ് NFA with epsilon transition and stack. ഈ NFA with epsilon transitionന്റെ കൂടെ ഒരു സ്റ്റാക്കും കൂടി ഇൻക്ലൂഡ് ചെയ്താൽ we get what is called the push down automata. Okay. അപ്പോൾ ഈ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, you know what a stack is. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, it is nothing but one that works in the last in first out order അല്ലേ. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലാസ്റ്റ് എന്താണോ ഇൻസേർട്ട് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് പോവുക അല്ലേ. ബിക്കോസ് ഇറ്റ് ഹാസ് ജസ്റ്റ് ഗോട്ട് വൺ ഓപ്പണിംഗ്, ഒരു ഓപ്പണിങ്ങേ ഉള്ളൂ, ഒരെണ്ണം ക്ലോസ്ഡ് ആണ്, ടോപ്പ് മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ ആയിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്നുള്ള പേര് വന്നത്, നമ്മൾ ഏതൊരു സിമ്പിൾ ഇൻസേർട്ട് ചെയ്താലും, ഇപ്പം ഞാൻ എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ. എക്സ് എന്ന് പറഞ്ഞ സിമ്പിൾ ഞാൻ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുഷ് ചെയ്യുമ്പോൾ, സ്റ്റാക്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ് അല്ലേ. നമ്മൾ എക്സ് എന്ന് പറഞ്ഞ ഒരു സിമ്പിളിനെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സിമ്പിളിനെ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ എന്താണ്, ഇനി എനിക്ക് നെക്സ്റ്റ് ഒരെണ്ണം വരണം, വൈ എന്ന് പറഞ്ഞ ഒരു സിമ്പിള് എനിക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ ഈ വൈ എന്ന് പറഞ്ഞ സിമ്പിൾ എവിടെയാണ് വരിക, എക്സ് ഇതിൻ്റെ താഴെ പോവും ആൻഡ് ദെൻ വൈ ഇതിൻ്റെ മേളിലേക്ക് വരും അല്ലേ. And on inserting the next symbol which is Z, it comes on top of Y അല്ലേ. അപ്പോൾ എന്താ ചെയ്യണേ, ആദ്യം ഇൻസേർട്ട് ചെയ്തതിനെ ഓരോന്നായിട്ട് താഴത്തേക്ക് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. The newly added symbol is pushing down the existing symbol which is already there in the stack അല്ലേ. അതുകൊണ്ടാണ് that is why it has got the name push down automata. ഓക്കെ. സോ പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്റ്റാക്കിൻ്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾക്കറിയാം. സോ വാട്ട് യു നീഡ് ടു നോ ഇസ് ദാറ്റ് ഇറ്റ് ബേസിക്കലി റെക്കഗ്നൈസസ് ഓൺലി ദ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിൽ ഈ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓട്ടോമേറ്റയാണ്. നമ്മൾ DFA ഒക്കെ ഡിസൈൻ ചെയ്തില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഒരു ഓട്ടോമേറ്റ അല്ലെങ്കിൽ ഒരു മെഷീനെയാണ് നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ഞാൻ ഒരെണ്ണം തരാം, അതിൽ നമുക്ക് എങ്ങനെ ഈ പുഷ് ഡൗൺ ഓട്ടോമേറ്റ വർക്ക് ചെയ്യും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഓക്കെ. സോ ബിഫോർ ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ലിറ്റിൽ മോർ details about the push down automata. Just make a note of this, draw this, and I'll get back. So here is the definition of PDA. PDA is basically a 7 tuple അല്ലേ. നമ്മൾ DFA NFA ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് എ 5 tuple അല്ലേ. ഇതൊരു 7 tuple വെച്ചിട്ടാണ് നമ്മൾ ഈ PDAനെ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് വാട്ട് ആർ ദ 7 tuples? ഇറ്റ് ഈസ് Q, sigma, and the
symbol that you see there is the final stack symbol. ഇത് ഫൈനൈറ്റ് സ്റ്റാക്ക് സിമ്പിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ ഒരു പർട്ടിക്കുലർ നിങ്ങളൊരു ഹാഫ് ടി കണ്ടില്ലേ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇസ് ദ സ്റ്റാക്ക് സിമ്പിൾസ് ദാറ്റ് ആർ ദെയർ ഇൻ ദ സ്റ്റാക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഒരു ഹാഫ് ടി വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഡെൽറ്റ ഇസ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ, Q0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DFAയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ആൻഡ് ദെയർ യു ക്യാൻ സീ അനദർ ന്യൂ സിമ്പിൾ വിച്ച് ഇസ് ദ ഡോളർ സിമ്പിൾ. ഡോളർ സിമ്പിളിനെ നമ്മൾ എന്തിനാണ് വേണ്ടിയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്? ഡോളർ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ബേസിക്കലി ഈസ് ടു റെപ്രസെൻറ്റ് ദ സ്റ്റാക്ക് ബോട്ടം എൻഡ് മാർക്കർ. ഓക്കെ, ഒരു സ്റ്റാക്കിൻ്റെ ഏറ്റവും ബോട്ടമിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. ഒരു സ്റ്റാക്കിൻ്റെ ബോട്ടം എത്തി എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണതാണ് ആ ഡോളർ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എ ഇസ് ദ സെറ്റ് ഓഫ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് വരിക? ഇതിൽ നോക്കൂ, ക്യൂ നിങ്ങൾക്കറിയാം, സിഗ്മ യു നോ, ആൻഡ് ദിസ് ഈസ് ദ സ്റ്റാക്ക് സിമ്പിൾ. ഓക്കെ, സ്റ്റാക്കിലുള്ള സിമ്പിൾസ് എന്താണ്? സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഏത് സിമ്പിളാണോ കിടക്കുന്നത് അത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പർട്ടിക്കുലർ ഹാഫ് ടി സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെൽറ്റ ഇസ് ദ ട്രാൻസിഷൻ ഫംഗ്ഷൻ, Q0 ഒക്കെ അറിയാം. ആൻഡ് ദിസ് ഇസ് ദ സ്റ്റാക്ക്. ഇത് നോക്കൂ, ഒരു സ്റ്റാക്ക് ഉണ്ട് നോക്കിയോ, ഒരു സ്റ്റാക്ക്. ദിസ് ഇസ് മൈ സ്റ്റാക്ക്. ഓക്കെ, ഈ സ്റ്റാക്കിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ നമ്മൾ ഈ ഡോളർ സൈൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈ ഡോളർ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആ സ്റ്റാക്കിൻ്റെ ഏറ്റവും ബോട്ടത്തിൽ എത്തി എന്നാണ്. സോ സ്റ്റാക്ക് സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോട്ടം എത്തിന്ന് കാണിക്കാനാണ് നമ്മൾ ആ ഡോളർ യൂസ് ചെയ്യണത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ എക്സ് വന്നു, വൈ വന്നു. അപ്പോൾ ഈ വൈനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യണതാണ് ഈ ഹാഫ് ടി വെച്ചിട്ട്. അതായത് സിമ്പിൾ ഓൺ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക് എന്താണോ അതിനെ കാണിക്കാനാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എ ആസ് യു ഓൾ നോ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഇതിൻ്റെ ഈ ട്രാൻസിഷൻ ഫംഗ്ഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. യു പ്ലീസ് നോട്ട് ദിസ്. ഐ വിൽ എക്സ്പ്ലെയിൻ യു ദിസ് ട്രാൻസിഷൻ ഫംഗ്ഷൻ now. So here is the transition function. The transition function depends upon these three things, okay, which is the current state, the input symbol and symbol on top of the stack. Okay, നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരു ട്രാൻസിഷൻ ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഫോമാറ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഡെൽറ്റ ഓഫ് QAX ഈക്വൽ ടു P, ഗാമ. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ഓരോന്നുള്ളത് പറയാൻ പോകുന്നത് കേട്ടോ. ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സ്റ്റേറ്റ് ആണ്, കറണ്ട് സ്റ്റേറ്റ്. അതിനെയാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ എഴുതിയിട്ടില്ല, ആ ക്യൂ ആണ് കറണ്ട് സ്റ്റേറ്റ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഇൻപുട്ട് ആൽഫബറ്റ്. നമ്മൾ എന്താണോ നമ്മൾ ആ സ്റ്റാക്കിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് എ. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ആ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ എന്താണോ ഇരിക്കുന്നത് അതാണ് സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ. അതിനെയാണ് നമ്മൾ എക്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ എനിക്കൊരു സ്റ്റാക്ക് ഉണ്ട് ഇവിടെ. സ്റ്റാക്കിൻ്റെ അടിയിൽ ഓക്കെ ഓൾറെഡി ഡോളർ ഉണ്ട് വിച്ച് മാർക്സ് ദ ബോട്ടം ഓഫ് ദ സ്റ്റാക്ക്. അതിൻ്റെ മേളിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു ക്യൂ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ഓൾറെഡി എനിക്ക് ഇൻസേർട്ട് ഓൾറെഡി ഉള്ള എലമെൻ്റ് എന്ന് പറയുന്നത് എക്സ് ആണ്. എക്സ് ആണ് എൻ്റെ ടോപ്പിലിരിക്കുന്നത്. ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട എലമെൻ്റാണ് എ. ഓക്കെ, അതാണ് ദാറ്റ് ഇസ് വാട്ട് യു മീൻ ബൈ ദിസ്. ഇൻപുട്ട് ചെയ്യേണ്ടത് എ, ഓൾറെഡി സ്റ്റാക്കിൻ്റെ മുകളിലുള്ളത് എക്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പി, ഗാമ. ഈ പി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ ക്യൂ എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് മാറി വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും അല്ലേ? അതിനെയാണ് ഞാനിവിടെ പി വെച്ച് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ക്യൂ എന്നുള്ള സ്റ്റേറ്റ് മാറി ഞാൻ വേറൊരു സ്റ്റേറ്റ് പിയിലേക്ക് പോകും. സോ പി ഇസ് അഗെയിൻ ന്യൂ സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് ഈ ഗാമ എന്ന് പറയുന്നത് എന്താണ്? എന്താണോ ആ മുകളിൽ ഇപ്പോൾ ഉള്ളത് അത് വെച്ച് എന്തിനാണോ നമ്മൾ റീപ്ലേസ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ ഗാമ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ എന്തായിരിക്കും? AX ആയിരിക്കും. എ ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ AX ആയിരിക്കും നമ്മുടെ ഗാമ. ഓക്കെ, എന്താണോ കറൻറ്റ് സ്റ്റാക്ക് ടോപ്പാണ് അതിനെയാണ് നമ്മൾ ഗാമ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ദ ട്രാൻസിഷൻ ഹാപ്പൻസ്. അപ്പോൾ ക്യൂ എന്നുള്ള സ്റ്റേറ്റിൽ ഞാൻ എ എന്ന് പറഞ്ഞ് ആൽഫബറ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വെൻ എക്സ് ഇസ് ഓൾറെഡി ഇൻ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് I move on to another state P and my stack top symbol changes from X to something else. Okay, അതിനെയാണ് ഞാൻ ഗാമ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ
ഹിയർ എൻ്റെ ഗാമ ഇപ്പം നള്ളാണെന്ന് നോക്കിയോ. ഇഫ് മൈ ഗാമ ഇസ് നൾ, ഈ ഗാമ എൻ്റെ നള്ളാണെങ്കിൽ, എനിക്ക് ഒന്നുമില്ലെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? മൈ സ്റ്റാക്ക് ഇസ് പോപ്ഡ് എന്നാണ് അർത്ഥം, അല്ലേ? എൻ്റെ ഈ ഗാമ എന്നുള്ള വാല്യൂ നള്ളാണെങ്കിൽ, ഓക്കെ, നൾ ഇത് ഓർ ദിസ്, ഓക്കെ, നള്ളാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്കിപ്പോൾ സ്റ്റാക്കിൻ്റെ മുകളിലൊന്നുമില്ല, ഞാനൊക്കെ പോപ്പ് ചെയ്യാൻ പോവാന്ന് അർത്ഥം. ഓക്കെ, നമുക്ക് എപ്പോഴാണോ ഒരു എലമെൻറ്റിനെ നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ടത്, പോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യേണ്ടത്, ആ സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് കോമ നൾ എന്നുള്ളത് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പം നൾ വന്നാൽ അതിൻ്റെ അർത്ഥം നമ്മളത് പോപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഡോണ്ട് വറി, ഐ വിൽ ഷോ ദാറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവും. ഓക്കെ, ആൻഡ് ഗാമ ഈക്വൽ ടു എക്സ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇഫ് ഗാമ ഈക്വൽ ടു എക്സ്, ദെൻ ഇറ്റ് മീൻസ് മൈ സ്റ്റാക്ക് ഇസ് അൺചേഞ്ച്ഡ്. എൻ്റെ സ്റ്റാക്ക് അൺചേഞ്ച്ഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത് എക്സ് തന്നെയാണെങ്കിൽ വിച്ച് മീൻസ് മൈ സ്റ്റാക്ക് ഇസ് അൺചേഞ്ച്ഡ്. ഞാനൊന്നും ഇൻസേർട്ട് ചെയ്തിട്ടില്ല, എക്സ് തന്നെയാണ് എപ്പോഴും ടോപ്പിൻ്റെ അർത്ഥം. ഇപ്പം ഗാമ ഈക്വൽ ടു വൈ സെഡ് എന്നാണ് നോക്കിയോ. ഇറ്റ് മീൻസ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് എൻ്റെ ടോപ്പ് ഓഫ് ദി സ്റ്റാക്കിൽ ഇരിക്കണത് ഇപ്പോൾ വൈ ആണ്, ആൻഡ് ഐ ഹാവ് പുഷ് ഡൗൺ rest of the elements that were already there in the stack. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, വൈ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ വൈ ആണ്, അതിന് മുമ്പ് ഉണ്ടായിരുന്നത് സെഡ് ആണ്. അപ്പോൾ സെഡിനെ ഞാൻ താഴേക്ക് പുഷ് ചെയ്ത് വൈ ആണ് ഇപ്പോൾ ഏറ്റവും മേളിൽ കിടക്കുന്നത് എന്നാണ് അർത്ഥം. ഓക്കെ, don't worry, I will explain this with the help of an example. This is a very, very simple concept. At the same time, it's very important. So just make a note of this. I will get in detail to it. Okay, let's see here is a transition function where delta of PAX is equal to Q comma alpha. Okay, അപ്പോൾ ഇവിടെ എന്താ ഇതെന്താ മീൻ ചെയ്യണത്? I am in a state P, okay, and on seeing an input A, when my top of the stack is X, it gets replaced with alpha and go to another state Q. This is what you mean by this. Okay, A എന്ന് പറഞ്ഞ ഇൻപുട്ട് വരുമ്പോൾ എൻ്റെ ഓൾറെഡി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എക്സ് ആയിരിക്കുമ്പോൾ മൈ എക്സ് ഗെറ്റ്സ് റീപ്ലേസ്ഡ് വിത്ത് അനാദർ സിമ്പിൾ ആൽഫ ആൻഡ് ഗോ ടു അനാദർ സ്റ്റേറ്റ് ക്യൂ. ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ഹിയർ. ഇവിടെ ഡെൽറ്റ ഓഫ് പി കോമ ബി കോമ വൈ ഈക്വൽ ടു ക്യൂ കോമ സെഡ്. Okay, what do you mean? You are in a current state P, and on getting an input B, when your top of the stack is Y, the top of the stack gets replaced with Z, and it will go to another state Q. This is what you mean. Okay, if I am giving you another question where Q comma നള്ളാണെന്ന് നോക്കിയോ, അതായത് എനിക്ക് പോപ്പ് ചെയ്യണം നൾ. ഓക്കെ, സോ ഇവിടെ എന്താവും? ഞാൻ ക്യൂ കോമ നൾ എഴുതും. ദാറ്റ്സ് ഓൾ. ഓക്കെ, ജസ്റ്റ് മേക്ക് എ നോട്ട് ഓഫ് ദിസ്. So here I have given a few transitions, and let's see how we can draw the transition diagram for this. Okay, ഈ ട്രാൻസിഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഡയഗ്രാം വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാ? ഇറ്റ് ഈസ് ഹാവിങ് 3 states Q0, Q1, Q2. ഓക്കെ, ലെറ്റ് Q0 be the initial state and Q2 be the final state. ഓക്കെ, അങ്ങനെ നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ നമ്മൾ നോക്കി നോക്കാം കേട്ടോ. സോ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0. ഓക്കെ, Q0 I am getting 0 as the input and my top of the stack is 1. അപ്പോൾ Q0 തന്നെ. അപ്പോൾ ഞാൻ സെൽഫ് ലൂപ്പ് ഇട്ടു. എനിക്ക് 0 ആണ് എൻ്റെ ഇൻപുട്ട്, എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത് 1 ആണെങ്കിൽ I will remain in the state Q0 itself and my top of the stack will be 0, 1. Okay, ഇനി എന്താ? Q0 നള്ള് വരുമ്പോൾ ഇറ്റ് ഇസ് ഗോയിങ് ടു ദ സ്റ്റേറ്റ് Q1. അപ്പോൾ ഇൻപുട്ട് ഒന്നുമില്ല, നള്ളാണ്. ഓക്കെ,
ആൻഡ് ഞാൻ എൻ്റെ ഇപ്പോൾ കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത് Z ആണ്. അപ്പോൾ ഞാൻ അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? അതിനെ പോപ്പ് ചെയ്യും. ഓക്കെ, പോപ്പ് ചെയ്തിട്ട് ഐ ഗോ ടു എ സ്റ്റേറ്റ് Q1. സി, ഈ നൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിങ്ങനെ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമുക്ക് ഒരു ഇൻപുട്ടും ഇല്ല എന്നാണ്. ഹിയർ ദർ ഇസ് നോ ഇൻപുട്ട്. ആൻഡ് ഇപ്പുറത്ത് വരുമ്പോൾ എന്താണ്, ഇൻപുട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണു? അതിനെ പോപ്പ് ചെയ്യണു, കറണ്ട് സ്റ്റേറ്റിനെ പോപ്പ് ചെയ്യണു എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, സോ ഇറ്റ് ഗോസ് ടു സ്റ്റേറ്റ് Q1. ഇനി Q1 when I am getting 1 as the input and top of the stack is 0, അപ്പോൾ എൻ്റെ കറണ്ട് ടോപ്പ് എന്തായിരിക്കും? 1 0 ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഞാൻ Q1 തന്നെ റിമെയിൻ ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഓൺ ഗെറ്റിംഗ് നോ ഇൻപുട്ട്, when my top of the stack is 1, the top of the stack gets replaced to Z, and that goes to a state Q2, which is the final state. ഈ ട്രാൻസിഷൻ ഫംഗ്ഷനെ ഞാൻ ട്രാൻസിഷൻ കാണിച്ചിരിക്കുന്ന ട്രാൻസിഷൻ ഫംഗ്ഷൻ്റെ ട്രാൻസിഷൻ ഡയഗ്രമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് ദ ഇൻപുട്ട്, കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് ആൻഡ് ദ ന്യൂ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഇവിടെ നോക്കൂ നിങ്ങൾ, ദിസ് ഇസ് വെരി സിമ്പിൾ. നോക്കൂ, നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായതാണ്. ഇവിടെ എനിക്ക് ആദ്യം എൻ്റെ കിടക്കുന്ന കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താണ്? 1 ആണ്. ഓക്കെ, ആൻഡ് ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്താണ്? 0 ആണ് എൻ്റെ പുതിയ സിമ്പിൾ, 0. അപ്പം എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായി മാറും? 0 1 ആവില്ലേ? ടോപ്പിൽ 0 അല്ലേ? 1. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ഇവിടെ 1 ആയിരുന്നു നോക്കിയോ? ഇവിടെ നോക്കൂ, ഇവിടെ നോക്കൂ, എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലുള്ളത് 0 ആണ്. ഓക്കെ, എനിക്ക് പുതിയത് വന്നിരിക്കുന്ന സിമ്പിൾ എൻ്റെ 1 ആണ്. 1 ആണ് എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായിരിക്കും? 1 0 ആയിരിക്കും. That's all. Okay, now let's do a few problems on this. So here is my question. Design a PDA that accepts the language L is equal to 0 raised to I, 1 raised to I, where I is greater than or equal to 1. Okay, അപ്പം എൻ്റെ PDAയിൽ ഞാനിതിപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ആക്സെപ്റ്റഡ് ആവണോ എന്ന് പറയുമ്പോൾ രണ്ടും നമ്പർ ഓഫ് സീറോസും നമ്പർ ഓഫ് വൺസും ഈക്വൽ ആവണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എൻ്റെ ഒരു സ്റ്റാക്ക് ഉണ്ട്. ഈ സ്റ്റാക്കിൽ ആദ്യം എൻ്റെ ഡോളറായിട്ട് കിടക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ എൻ്റെ ലെറ്റസ് ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് 4 zeros and 4 ones. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എൻ്റെ സീറോസ് എല്ലാം ഞാൻ ഇൻസേർട്ട് ചെയ്യും. ഫസ്റ്റ് 0 ഇൻസേർട്ട് ചെയ്തു, സെക്കൻഡ് 0 ഇൻസേർട്ട് ചെയ്തു, തേർഡ് 0 ഇൻസേർട്ട് ചെയ്തു, ഫോർത്ത് 0 ഇൻസേർട്ട് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യും? ഒരു 1 വരുമ്പോൾ ഞാൻ ഏറ്റവും മുകളിലത്തെ 0 പോപ്പ് ചെയ്ത് കളയും. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ സീറോസും 1 ഈക്വൽ ആണോ എന്നുള്ളത്. 5 എണ്ണം വെച്ചിട്ട് ഞാൻ 5 എണ്ണത്തിന് ഓരോന്നും പോപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എൻ്റെ സ്റ്റാക്ക് എംപ്റ്റി ആണ്. എനിക്ക് ലാസ്റ്റ് ഡോളർ മാത്രമേ എൻ്റെ സ്റ്റാക്കിൽ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ I can say that this particular language is accepted in PDA. അല്ലേ? നമ്പർ ഓഫ് സീറോസ് ഈക്വൽ ടു നമ്പർ ഓഫ് വൺസ് ആണെന്ന് പറയാം അല്ലേ? സോ ബേസിക്കലി ഇവിടെ സ്റ്റാക്കുള്ള കാരണം നമ്മൾ ഫുൾ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എല്ലാ സീറോസും നമ്മൾ ഇൻസേർട്ട് ചെയ്യും, അതിനുശേഷം നമ്മൾ ഓരോന്ന് പോപ്പ് ചെയ്ത് കൊണ്ടുവരും. ലാസ്റ്റ് ഡോളർ മാത്രം വരികയാണെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് പെർട്ടിക്കുലർ ലാംഗ്വേജ് ഇസ് ആക്സെപ്റ്റഡ് അല്ലേ? അപ്പോൾ എനിക്ക് ഫസ്റ്റ് 1 വന്നു. ഫസ്റ്റ് 1 വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു 0നെ പോപ്പ് ചെയ്ത് കളഞ്ഞു. നെക്സ്റ്റ് 1 വന്നപ്പോൾ അഗെയിൻ ഐ പോപ്ഡ് ഔട്ട് ദിസ് 0. മൂന്നാമത്തെ 1ൽ ഐ പോപ്ഡ് ഔട്ട് ദിസ്. നാലാമത്തെ 1ൽ ഐ പോപ്ഡ് ഔട്ട് ദിസ്. ഫൈനലി ഐ എം ജസ്റ്റ് ഹാവിങ് ഡോളർ, which means this particular PDA we are able to design a particular PDA for this particular language എന്നാണ് അതിൻ്റെ അർത്ഥം. ബിക്കോസ് എല്ലാ സീറോസും എല്ലാ വൺസും പോയി. സി ബേസിക്കലി സോ ദിസ് ഈസ് ദ വർക്കിംഗ് ഓഫ് ഇറ്റ്. ഇത് നമുക്ക് 2 രീതിയിൽ ഒരു ലാംഗ്വേജിനെ ആക്സെപ്റ്റഡ് ആക്കാം PDAയിൽ. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ the language can either get accepted by emptying the stack. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്.
എംറ്റിയിങ് സ്റ്റാക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ ആക്സെപ്റ്റഡ് ആക്കാം. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ് നൗ. വേറെ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റുകളിലെത്തിയിട്ട് നമുക്കൊരു പർട്ടിക്കുലർ ലാംഗ്വേജിനെ ആക്സെപ്റ്റഡ് ആക്കാം. ഇപ്പം ഞാൻ ചെയ്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ബൈ എംറ്റിയിങ് ദ സ്റ്റാക്ക്. ഓക്കെ, ഇത് രണ്ടും ഇസ് ഈക്വാലന്റ്. എംറ്റിയിങ് ദ സ്റ്റാക്ക് ചെയ്താലും നമ്മൾ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിലെത്തിയാലും രണ്ട് ഈക്വലൻ്റ്. അതിൻ്റെ ഒരു തിയർ ഉണ്ട്, ദാറ്റ് ഐ ഗെറ്റ് ഇൻ ടു ഡീറ്റെയിൽ. സോ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സീറോസ് എല്ലാം ഇൻസേർട്ട് ചെയ്തിട്ട് 1 പോപ്പ് ചെയ്തിട്ട് സ്റ്റാക്ക് എംറ്റി ആക്കി എൻ്റെ മെത്തേഡ് ഇസ് എംറ്റിയിങ് സ്റ്റാക്ക്. ആക്സെപ്റ്റിംഗ് എ ലാംഗ്വേജ് ബൈ എംറ്റിയിങ് ദ സ്റ്റാക്ക്. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ വരുന്നതിൻ്റെ വിൽ ഡു പ്രോബ്ലംസ് ഒന്നാണ്. ഓക്കെ, സോ ഈ ഒരു പർട്ടിക്കുലർ ഇതിൻ്റെ PDF നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക? അപ്പം എൻ്റെ സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ ഇല്ലേ, നമ്മുടെ ടപ്പിളുകൾ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ടപ്പിൾ എന്തൊക്കെയായിരുന്നു? ക്യൂ, സിഗ്മ, ഡെൽറ്റ, ഹാഫ് ടി, Q0, പിന്നെന്തായിരുന്നു, ഡോളർ ആൻഡ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ് 1 2 3 4 5 6 7. ഓക്കെ, ക്യൂ എത്ര ഉണ്ടാവും? കുറച്ച് സ്റ്റേറ്റ്സ് ഉണ്ടാവും. സിഗ്മ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ഇൻപുട്ടായിട്ട്? 0സും 1സും ആണ് അല്ലേ. ഡെൽറ്റ ഐ ഷോ യു. നമ്മൾ സ്റ്റാക്കിലിടുന്ന സിമ്പിൾസ് എന്താണ്? ഒരു സിമ്പിൾ മാത്രമേ നമ്മൾ സ്റ്റാക്കിലിടുന്നുള്ളൂ അല്ലേ, അതെന്താണ്? 0 എൻ്റെ സ്റ്റാക്ക് സിമ്പിൾ 0. Q0 ഇസ് ദി ഇനീഷ്യൽ സ്റ്റേറ്റ്. ഡോളർ എന്ന് പറഞ്ഞാൽ എൻഡ് മാർക്കറാണ്. ഫൈനൽ സ്റ്റേറ്റ്, ഒരു ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തും. അത് എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ വിൽ സോൾവ് ദിസ് പ്രോബ്ലം നൗ. ഓക്കെ, സോ ഇനീഷ്യലി ആസ് ഐ ടോൾഡ് യു എൻ്റെ സ്റ്റാക്കിൽ ഡോളർ മാത്രമേ ഉള്ളൂ. പിന്നെ ഡോളറിൻ്റെ മേളിൽ ഞാൻ ഒരു 0 ഇൻസേർട്ട് ചെയ്തു. ലെറ്റ് us take an example of 4 zeros and 4 ones as I told you before. 1 2 3 4 1 2 3 4. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിൾസ് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ ഡോളറിൻ്റെ മേളിൽ ഞാൻ രണ്ടാമത്തെ 0 ഇൻസേർട്ട് ചെയ്തു. ഡോളറിൻ്റെ മേളിൽ ഐ ഇൻസേർട്ടഡ് 3 zeros. Then finally I have 4 zeros. ഓക്കെ, ഇനി എനിക്ക് 1 വന്നു തുടങ്ങുകയാണ്. 1 വന്നു തുടങ്ങുമ്പോൾ എൻ്റെ എന്താണ്? ഫസ്റ്റത്തെ 0 പോവും, 3 0 ആവും. പിന്നെ ഒരു 1 വന്നു, 2 0 ആവും. പിന്നെ ഒരു 1 വന്നു, 1 0 ആവും. ലാസ്റ്റ് എന്താവും? ഒന്നുമില്ല, ഡോളർ മാത്രമേ. സോ ഇങ്ങനെയാണ് ഇത് വരിക. കറക്റ്റല്ലേ ഞാൻ വരച്ചിരിക്കുന്നത്? ഇതിനാണ് നമ്മൾ ഇനി ഒരു PDA ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ലെറ്റ് us do that. Just make a note of this now. Okay, let's see now. ആദ്യം എനിക്ക് എൻ്റെ സ്റ്റാക്കിനകത്ത് ഒന്നുമില്ല. സ്റ്റാക്കിനകത്ത് ആകെ ഒരു ഡോളർ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിനെ നമ്മൾ നേരത്തെ വരച്ചിരുന്നില്ലേ. അപ്പം ഞാൻ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0. ഓക്കെ, Q0-നകത്ത് എനിക്ക് ആദ്യം ഇനീഷ്യലി ഒന്നുമില്ല. എൻ്റെ ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്? 0 അപ്പോൾ 0 വന്നു. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത് എന്താണ്? ഡോളറാണ്. സോ എൻ്റെ ഇനി ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്തായിരിക്കും? 0 എന്ന് പറഞ്ഞ പുതിയ എലമെൻറ്റ് വന്നപ്പോൾ അത് ഞാൻ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് $0 ഓക്കെ, ഈ സ്ലാഷ് ആയിട്ട് 2 നമ്മൾ കാണിക്കുള്ളൂ കേട്ടോ, അതിനും കൂടുതൽ നമ്മൾ കാണിക്കില്ല പൊതുവെ. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ത് വന്നു? എനിക്കപ്പോൾ ഫസ്റ്റത്തെ 0. ഓക്കെ, ഇനി ഒരു 0 വന്നു. ഓക്കെ, എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഇപ്പം എന്താ കിടക്കുന്നത്? 0 എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത്. അപ്പം എൻ്റെ ഇപ്പോഴത്തെ ടോപ്പ് എന്തായിരിക്കും? അപ്പോൾ ഫസ്റ്റത്തെ 0 എന്ന് ഞാനിവിടെ കാണിച്ചു കേട്ടോ. ഇതായിരുന്നു ഫസ്റ്റത്തെ 0. ഓക്കെ, സെക്കൻഡ് 0 വന്നപ്പോൾ എൻ്റെ ടോപ്പിൽ കിടക്കുന്നത് 0 ഇപ്പം എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്താണ്? സെക്കൻഡ് 0 വന്നപ്പോൾ 0 ആയി അല്ലേ? 0 ഓക്കെ, ഇപ്പോൾ 0 കിടക്കുന്നത് കേട്ടോ. 0 ഡോളറിന് പൊതുവെ എഴുതില്ല. 0 2 മാത്രം മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, തെറ്റില്ല, പക്ഷെ നമ്മൾ സാധാരണ 2 എഴുതുള്ളൂ, അത്ര കാണിച്ചാൽ മതി. ഓക്കെ, ഇനി എനിക്ക് എൻ്റെ രണ്ടാമത്തെ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ 0 വന്നു. മൂന്നാമത്തെ 0 വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? തിരിച്ചും ഞാൻ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ 0 വന്നു. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത് എന്താണ്? മൂന്നാമത്തെ 0 ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ ഓൾറെഡി കിടക്കുന്നത് 0 അതിനെ ഞാൻ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? പുതിയ ടോപ്പ് എന്തായിരിക്കും?
ഈ 0 വന്നു കഴിയുമ്പോൾ വീണ്ടും 0 0. ഓക്കെ, ഇനി എനിക്ക് ഒരെണ്ണം കൂടി വന്നു, നാലാമത്തെ 0 വന്നു. നാലാമത്തെ 0 വരുമ്പോൾ എന്താണ്, ഈ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. See, you need not write this 4 times. I'm just, since this is the initial problem, ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാനത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ഒരു 0 വരുമ്പോൾ വീണ്ടും 0, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 0 ആണ്, എൻ്റെ ന്യൂ സ്റ്റാക്ക് ടോപ്പ് 0 0. അപ്പോൾ 4 എണ്ണം കഴിഞ്ഞു. അതെല്ലാം 4 ഞാനിവിടെ എഴുതിയില്ലേ. ഇനി എനിക്ക് എന്താണ് 1 വരികയാണ്. 1 വരുമ്പോൾ എന്താണ്, ഞാൻ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകും, പുതിയ സ്റ്റേറ്റിലേക്ക് പോകും. ഓക്കെ, അതുവരെ ഞാൻ Q0 തന്നെയാണ് റിമെയിൻ ചെയ്തിരുന്നത്. ഇനി ഓൺ ഗെറ്റിംഗ് 1, ഓക്കെ 1 കിട്ടി എൻ്റെ. അപ്പോൾ ഈ 4 ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എനിക്കുള്ളത് ഇൻപുട്ട് 1 ആണ്. എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ എന്താണ് കിടക്കുന്നത്, ഈ 4 0 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി എനിക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്, ഇൻസേർട്ട് അല്ല 1 ആണ് ഇനി എൻ്റെ ഇൻപുട്ട് സിമ്പിൾ വരുന്നത്. അപ്പോൾ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ കിടക്കുന്നത് എന്താണ്, 0 ആണ്. കറണ്ട് ടോപ്പിൽ 0 ആണ് കിടക്കുന്നത്. ഞാൻ എന്ത് ഓപ്പറേഷൻ ചെയ്യണം, ഞാനതിനെ എന്ത് ചെയ്യണം, പോപ്പ് ചെയ്യണം അല്ലേ. ആ 0നെ എടുത്ത് കളയണം. പോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത് എപ്സിലോൺ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ് ദിസ്. എൻ്റെ നോട്ടിലൊക്കെ ഞാൻ ഈ സിമ്പിളാണ് യൂസ് ചെയ്യണം. സോ യു ക്യാൻ യൂസ് ദിസ് സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം ഈസിയർ ഫോർ യു വെൻ യു റെഫർ മൈ നോട്ട്സ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ പോപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. പോപ്പ് ചെയ്തു എന്നുള്ളത് പോപ്പ് ചെയ്തു. ഓക്കെ, ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്തു, Q1 എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റിലേക്ക് പോയി. ഓക്കെ, ഇനി എനിക്ക് അപ്പോൾ ഒരു 1 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എനിക്കൊരു 1 വന്നു. എൻ്റെ സ്റ്റാക്ക് ഇപ്പോൾ ഒരെണ്ണം പോപ്പ് ചെയ്ത് കഴിഞ്ഞത് പോയി കേട്ടോ. രണ്ടാമത്തെ 1 വന്നു. രണ്ടാമത്തെ 1 വന്നപ്പോഴും ഇതിൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിൽ 0 ആണ് കിടക്കുന്നത്. തിരിച്ച് ഞാൻ എന്ത് ചെയ്തു, അതിനെ പോപ്പ് ചെയ്തു. അങ്ങനെ ഓരോരോ 0സിനും ഞാൻ 1 വരുമ്പോൾ അതിനെയൊക്കെ പോപ്പ് ചെയ്ത് കളഞ്ഞു അല്ലേ. അപ്പം ഞാനതിങ്ങനെ ഒരൊറ്റ പ്രാവശ്യം എഴുതിയാൽ മതി. ബിക്കോസ് ഇത് തന്നെയാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും 2 പ്രാവശ്യം കൂടി. ബിക്കോസ് 2 0 അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമില്ല. യു ക്യാൻ ജസ്റ്റ് റൈറ്റ് ഇറ്റ് വൺസ്. ഓക്കെ, ഇനി എന്താണ്, ഇനി എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ 0സും ഇപ്പോൾ പോയി നോക്കൂ. ഇപ്പം എൻ്റെ സ്റ്റാക്കിന് എനിക്ക് ഇനി ഇൻപുട്ട് വല്ലതും ഉണ്ടാവും. എല്ലാ എൻ്റെ 4 1 കഴിഞ്ഞു. 1 1 1 1 അടിച്ചപ്പോൾ എൻ്റെ എല്ലാ 0സും പോയി. ഇനിയിപ്പോൾ എൻ്റെ സ്റ്റാക്ക് ടോപ്പിൽ എന്താ ഉള്ളത്, ഒന്നുമില്ല, നള്ളാണ്. എനിക്കൊന്നുമില്ല ഇൻസേർട്ട് ചെയ്യാനായിട്ട്, നോ ഇൻപുട്ട് സിമ്പിൾ. എൻ്റെ സ്റ്റാക്കിൻ്റെ മുകളിൽ കിടക്കുന്ന സിമ്പിൾ എന്താണ്, ഇപ്പോൾ ഡോളറാണ് അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഒന്നും ചെയ്യാനില്ല, ആ ഡോളർ അങ്ങനെ തന്നെ എഴുതി. അതിന് കറണ്ട് സ്റ്റോപ്പ് ഇതും തന്നെയാണ്, ഒന്നുമില്ല, ഡോളർ തന്നെയാണ്. ഐ ഗോ ടു എ സ്റ്റേറ്റ് Q2 which is the final state. So this is how you do it. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ നമുക്ക്? കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. So this is the PDA for the language 0 raised to I 1 raised to I. Okay, and I have done this. ഇത് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്, ബൈ എംപ്റ്റിയിങ് ദ സ്റ്റാക്ക്. സ്റ്റാക്കിനെ എംപ്റ്റി ചെയ്തിട്ടാണ് ഞാൻ ഈ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് Q2 എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, എൻ്റെ ക്യൂവിൽ എന്തൊക്കെയുണ്ട്, എൻ്റെ 7 ടപ്പിളിലെ ക്യൂവിൽ എന്തൊക്കെയുണ്ട്, വാട്ട് ആർ ദ സ്റ്റേറ്റ്സ്, Q0 Q1 Q2 അല്ലേ. ഇനീഷ്യൽ സ്റ്റേറ്റ് Q0 തന്നെയാണ്. ട്രാൻസിഷൻ ഐ വിൽ ഷോ യു. ദാറ്റ്സ് ഇറ്റ്. ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ് എന്തായി, എൻ്റെ Q2 ആണ് എൻ്റെ ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. Is that clear to you? Now let's write the transition function for this. ഇതിൽ എന്തൊക്കെയാണ് ട്രാൻസിഷൻ ഫംഗ്ഷൻ വരാം. ആദ്യം ഇത് ഇത് എഴുതൂ നിങ്ങൾ. Let us write the transition functions now. The delta of, initially I am in the state Q0 and my input symbol is 0 and my top of the stack is dollar. Then I will go to the I will remain in the state Q0 itself and then എൻ്റെ ടോപ്പ് എന്തായിരിക്കും, $0 ആയിരിക്കും അല്ലേ. ഇനി നോക്കൂ, ഡെൽറ്റ Q0ൽ 0 വന്നു, പിന്നെ എൻ്റെ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 0 ആയപ്പോൾ I will again remain in the state Q0 and the top of the stack is 0 0. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്, ഡോളർ Q0 കഴിഞ്ഞു. ഇനി എന്താണ്, Q0ൽ when I am getting an input 1, my top of the stack being 0,
I will go to a new state Q1 and I will pop the element. Okay. ഇനി ഡെൽറ്റ Q1 ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് അല്ല ഇൻപുട്ട് 1 ആണ്, ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് 0 ആണെങ്കിൽ എഗെയിൻ ഞാൻ Q1 തന്നെ റിമെയിൻ ചെയ്യും, ഞാൻ പോപ്പ് ചെയ്യും. ഓക്കെ. ഇനി എന്താണ് ഡെൽറ്റ Q1 എൻ്റെ എല്ലാ ഇൻപുട്ടും കഴിഞ്ഞു. No, there is no input and the top of the stack $i. അപ്പോൾ I will go to a new state Q2 and my top of the stack will be $. These are the transition functions. Correct അല്ലേ? നോക്കി നോക്കൂ. This is the present state. ഇത് ഏത് സ്റ്റേറ്റിലേക്കാണോ പോകുന്നത് അത് കറണ്ട് ഇൻപുട്ട്, കറണ്ട് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്, ന്യൂ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അത്രയേ ഉള്ളൂ. നമ്മൾ പോപ്പ് ചെയ്യണോടത്ത് നമ്മൾ ഒരിക്കലും നമ്മൾ കറണ്ട് ടോപ്പിൽ എന്താണെന്നുള്ളത് പറയില്ല. നമ്മളവിടെ പോപ്പ് ചെയ്യണു എന്ന് മാത്രമേ കാണിക്കുള്ളൂ. ദാറ്റ് ഇസ് റെപ്രസെൻറ്റഡ് യൂസിങ് ദിസ് നൾ. ഓക്കെ. പോപ്പ് ചെയ്യണു എന്നാണ് ഇതിനെ നമ്മൾ കാണിക്കുന്നത്. ഓക്കെ. ദാറ്റ്സ് ഇറ്റ്. So now we'll see what instantaneous description is. This is a very important topic. നിങ്ങൾക്ക് അത് അറിയെങ്കിൽ നമ്മൾ എന്താ പറയുക ട്രാൻസിഷൻ ഫംഗ്ഷൻ പഠിച്ചില്ലേ, അതന്നെ സെയിം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 3 tuple Q, W and gamma. ഓക്കെ. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ആണ്, W ഇസ് ദ ഇൻപുട്ട്. ഓക്കെ. എന്തൊക്കെയാണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഇൻപുട്ട് എന്ന് പറയുക. റിമൈനിങ് ഇൻപുട്ടാണ് W ആൻഡ് ഗാമ ഇസ് ദ സ്റ്റാക്ക് കണ്ടന്റ്. ഓക്കെ. സ്റ്റാക്കിൽ എന്താണ് റിമൈൻ ചെയ്യുന്നത് അത്. ഓക്കെ. ഇപ്പം നമ്മൾ നേരത്തെ ഒരു പർട്ടിക്കുലർ നമ്മൾ നേരത്തെ എക്സാമ്പിൾ എടുത്തിരുന്നില്ലേ, 4 zeros and 4 ones. അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. Here I want to do the instantaneous description on 00011. Okay, 00011. I represent it like this. Okay, P തിരിച്ചിടുന്ന പോലെയാണ് നമ്മൾ ഇത്, എന്നിട്ട് P എന്ന് എഴുതും. ഇതിനാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ആയിട്ട് പറയാം. ഓക്കെ. പിന്നെ 3 tuple ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇനീഷ്യലി ഐ എം ഇൻ ദ സ്റ്റേറ്റ് Q0. ഓക്കെ. ആൻഡ് ഐ ഹാവ് ദി ഇൻപുട്ട് 00011. ഓക്കെ. ആൻഡ് എൻ്റെ സ്റ്റാക്ക് ടോപ്പ് സിമ്പിൾ എന്ന് പറയുന്നത് $ആണ്. ഓക്കെ. ദെൻ വാട്ട് വിൽ ബി മൈ ആൻസർ? ഐ മീൻ സോ ഇതിനെയാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിന് എന്ത് വരും? P Q0 തന്നെ റിമെയിൻ ചെയ്യും. എല്ലാ സീറോസും ഇൻസേർട്ട് ചെയ്യണ വരെ നമ്മൾ Q0 തന്നെ റിമെയിൻ ചെയ്യും. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഡ്രോൺ, റൈറ്റ്? അപ്പോൾ $0 അല്ലേ? Q0 1 2 3 $0. Okay, just writing it here. Q0 $0. ഇനി 1 വരികയാണ്. 1 വരുമ്പോൾ എന്താണ്? Q0 1 വരുമ്പോൾ ഐ ഗോ ടു എ സ്റ്റേറ്റ് Q1 അല്ലേ? Q1 2 1 അപ്പോൾ അടുത്തൊരു 0 പോപ്ഡ് ആവും. $0. Q1 ഐ വിൽ റിമെയിൻ അണ്ടിൽ ഓൾ മൈ സീറോസ് ആർ പോപ്ഡ് ഔട്ട് അല്ലേ? ഒരു 1 ആയി $0. Q1 ഇനി ഇവിടെ ഒന്നുമില്ല, 1 എല്ലാം കഴിഞ്ഞു. ഓക്കെ. നള്ളാവുമ്പോൾ എൻ്റെ ഇതിലെന്താവും? $. മാത്രമാവും എൻ്റെ സ്റ്റാർട്ട് ടോപ്പിൽ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ഞാൻ എന്താ ഇല്ല, ഐ അഗൈൻ ഗോ ടു എ ന്യൂ സ്റ്റേറ്റ് Q2 ആൻഡ് മൈ സ്റ്റാക്ക് ടോപ്പ് വിൽ ബി
എനിക്ക് റിമൈനിങ് ഇൻപുട്ട് ഒന്നുമില്ല. എൻ്റെ ഐ എം നോട്ട് ഹാവിങ് എനി ഇൻപുട്ട്, സോ ഐ വിൽ സ്റ്റോപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഞാൻ പിന്നെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ വെച്ച് ഞാൻ നിർത്തും. ഓക്കെ, സ്റ്റാക്ക് ടോപ്പ് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഞാനോട് ഓൾറെഡി ഡോളറാന്ന് മുമ്പത്തെ സ്റ്റെപ്പിൽ എഴുതിയിട്ടുണ്ട്. സോ Q2 എത്തിക്കഴിഞ്ഞാൽ മൈ സ്ട്രിങ് ഇസ് എം ടി, റിമൈനിങ് ഇൻപുട്ട് ഒന്നുമില്ല, എം ടി ആണ്. സോ ഐ സ്റ്റോപ്പ് ദെയർ. ഓക്കെ, ദിസ് ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. ദിസ് ഇസ് ഹൗ യു റൈറ്റ് ഇറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എഴുതണം, ഒരു സ്ലാൻറ്റിങ് P Q0 ഇസ് ദ, ഞാൻ എന്താ പറയുക, സ്റ്റേറ്റ് ആണ്. ഇതെന്ന് W എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻപുട്ടാണ്, റിമൈനിങ് ഇൻപുട്ട്. ഓരോ ഇൻപുട്ടും മാറി മാറി വരും അല്ലേ, അതാണ് ഞാൻ W = റിമൈനിങ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഗാമ എന്ന് പറയുമ്പോൾ എന്താണ്, എൻ്റെ സ്റ്റാക്ക് സിമ്പിൾസ് എന്താണ്, വേരിയിങ് സ്റ്റാക്ക് സിമ്പിൾസ് ലാസ്റ്റ് നല്ലത്. സോ ഹിയർ മൈ സ്ട്രിങ് വിൽ ഗെറ്റ് ആക്സെപ്റ്റഡ് ഇൻ ദ സ്റ്റേറ്റ് Q2. ഓക്കെ.